ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പൈത്തോണിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടതുപോലെ ഇന്ന് ഞാനൊരു പ്രിൻ്റ് കൊടുക്കുകയാണ്. പ്രിൻ്റ് ഓഫ് ഹലോ എന്ന് ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹലോ നമുക്ക് കിട്ടും. ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഫയലിൽ നിന്ന് ന്യൂ ഫയൽ എടുക്കുകയാണ്. ന്യൂ ഫയൽ എടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്ക്രീനിൻ്റെ വലതുവശത്ത് കാണുന്ന ഇതേ കണ്ടൻറ്റ് തന്നെ ഞാൻ ഇപ്പുറത്തോട്ട് കോപ്പി ചെയ്യുകയാണ്. കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ ഇത് റൺ ചെയ്യണം. റൺ ചെയ്യുന്നതിന് മുമ്പ് ഇത് ആദ്യം നമ്മൾ സേവ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതിനായിട്ട് ഞാൻ ഫയലിൽ നിന്ന് സേവ് എടുക്കുക. സേവ് അടിച്ച് പൈത്തണിൻ്റെ പേരിൽ ഞാനിത് സേവ് ചെയ്യാണ്. പൈത്തൺ 1 എന്ന് ഞാനിത് സേവ് ചെയ്തു. അപ്പോൾ ഇത് സേവ് ചെയ്യുമ്പോൾ .py ആണ് കൊടുക്കേണ്ടത്. ഇതാണ് പൈത്തണിൻ്റെ എക്സ്റ്റൻഷൻ. ഇത് പൈത്തൺ .py അടിച്ച് ഞങ്ങൾ സേവ് ചെയ്തു. അതിനുശേഷം ഞാനിത് റൺ ചെയ്ത് ചെയ്യാം. റൺ മൊഡ്യൂൾ കൊടുക്കുമ്പോൾ നമ്മുടെ വലതുവശത്ത് ഇത് ഹലോ എന്ന് കിട്ടിയിരിക്കുകയാണ്. ഞാനിത് മാറ്റിയതിന് ശേഷം x = 5, y = 6, z = x + y. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ z അടിച്ചതിന് ശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ റിസൾട്ട് കിട്ടുമെന്നാകാം. കണ്ടോ, റിസൾട്ട് കിട്ടുന്നില്ല. അതിന് കാരണം പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ കമാൻഡ് അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനതിന് പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കണം. പ്രിൻ്റ് ഓഫ് z എന്ന് കൊടുത്തു. ഇനി റൺ ചെയ്യുക. റൺ ചെയ്യുന്നതിന് പകരം റൺ മൊഡ്യൂളിനകത്ത് ഉള്ള ഈ കോഡ് F5 എന്നുള്ള കീ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. ഇതാണ് സക്സസ് മസ്റ്റ് ബി സേവ്ഡ്. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. യെസ് കൊടുക്കുക. അപ്പോൾ ഇത് റൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്യണം. പൈത്തൺ എന്നുള്ള പ്രോഗ്രാം നമുക്ക് പൈച്ചാമിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പൈച്ചാം എന്ന് പറഞ്ഞ മറ്റൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പൈച്ചാം ഞാൻ ഓപ്പൺ ചെയ്തു. എനിക്കിവിടെ ഇങ്ങനെ ഒരു സ്ക്രീനാണ് കിട്ടുന്നത്. ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. അതിന് ലൊക്കേഷൻ കൊടുക്കുക. പൈത്തണിനൊരു പേര് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ പൈത്തൺ പ്രോജക്റ്റ് 4 എന്ന് കൊടുത്ത് എന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്തിരിക്കും. ഇനി എനിക്കിത് പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഇത് ഞാൻ പേര് കൊടുത്ത പൈത്തൺ പ്രോജക്റ്റ് 4 എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ബട്ടൺ കിട്ടും. അതിൽ നിന്ന് എനിക്ക് പൈത്തൺ ഫയൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വേറൊരു പേര് കൊടുക്കുകയാണ്. റോഡ് 1 എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. അപ്പോൾ റോഡ് 1.py എന്ന് കിട്ടി. ഇതുണ്ടോ, ഇത് പൈത്തണിൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഞാനിവിടെ മുമ്പ് കൊടുത്ത ആ പ്രോഗ്രാം കൊടുക്കുകയാണ്. x = 5, y = 6. അപ്പോൾ ഇവിടെ ഇതൊരു ഭാഗം നമുക്ക് ഒഴിവാക്കാം. x = 5, y = 6, z = x + y. പ്രിൻ്റ് z കൊടുത്തു. ഇനി നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ റൺ റോഡ് എന്ന് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 11 എന്ന് ആൻസർ കിട്ടും. ഞാനിവിടെ വേറൊരു വാല്യൂ കൊടുക്കുകയാണ്. x = 6 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതിനുശേഷം ഞാനിവിടെ റൺ റോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇവിടെ മറ്റൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത് 12. അപ്പോൾ നമുക്കിങ്ങനെ പൈച്ചാമിൽ നമുക്ക് പൈത്തോൺ ഇനി മുതൽ പഠിച്ചു തുടങ്ങാം. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.